ടീച്ചേഴ്സ് അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാജു, നിങ്ങളുടെ ഇംഗ്ലീഷ് അധ്യാപകൻ. ഇന്ന് നമ്മൾ കാറ്റഗറി 4ൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഏറ്റവും ആദ്യം വരുന്നത് കോംപ്രിഹെൻഷനാണ്. അപ്പോൾ കോംപ്രിഹെൻഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കോംപ്രിഹെൻഷൻ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനോടുള്ള ക്വസ്റ്റ്യന് നമ്മൾ ഉത്തരം നൽകണം. രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്ന് വേഗത്തിൽ വായിച്ച് ക്വസ്റ്റ്യനിലേക്ക് പോവാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കിയിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ കോംപ്രിഹെൻഷൻ വായിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. നമുക്ക് നോക്കാം. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് സച്ച് as diabetes, hypertension, obesity are the rise due to the unhealthy eating habits, lack of physical activity and high stress levels. These diseases, often referred to as a modern epidemics, impact individuals across age group. The increasing consumption of processed food and a sedimentary lifestyle are major contributing factors. Regular exercise, balanced diet, and stress management can help in controlling these conditions. Governments and communities need to play an active role in raising awareness about the importance of preventive health care. ഇതാണ് നമ്മളുടെ ആ ഒരു പാരഗ്രാഫ്. എന്താണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ച് പറയുന്നത് എന്നാണ് ഇതിലത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഇൻ ദ മെസ്സേജ്? എന്താ ഈ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ ലൈഫ് സ്റ്റൈൽ വിത്ത് മിനിമൽ ഫിസിക്കൽ ആക്ടിവിറ്റി, അതായത് ശാരീരിക അധ്വാനം അല്ലെങ്കിൽ കായിക അഭ്യാസം ഇല്ലാത്ത ഒരു ജീവിതത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എ ലൈഫ് സ്റ്റൈൽ വിത്ത് മിനിമൽ ഫിസിക്കൽ ആക്ടിവിറ്റി. അതാണ് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. നമുക്ക് പറയുന്നുണ്ട് ലൈഫ് സ്റ്റൈൽ വിത്ത് ഔട്ട്ഡോർ ഗെയിംസോ, ലൈഫ് സ്റ്റൈൽ വിത്ത് എക്സസ് ട്രാവലോ, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഫോക്കസ്ഡ് ഓൺ ഫിസിക്കൽ ലേബർ അല്ല. ഫിസിക്കൽ ലേബർ ഇല്ലാത്ത, അതായത് മിനിമൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ളതാണ് ഏത്, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. നമുക്ക് 32ാമത്തെ നോക്കാം. വാട്ട് ഈസ് ദി റോൾ ഓഫ് കമ്മ്യൂണിറ്റീസ് ഇൻ ടാക്ലിംഗ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആസ് പെർ ദ പാസേജ്? ഈ പാസേജിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് എങ്ങനെ പറയാം, എങ്ങനെയാണ് വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ കമ്മ്യൂണിറ്റീസ് ഇൻ ടാക്ലിംഗ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആസ് പെർ ദ പാസേജ്? ഈ പാസേജിൽ എങ്ങനെയാണ് നമ്മൾക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ ടാക്കിൾ ചെയ്യാന്ന് പറയുന്നത്? ടു പ്രൊവൈഡ് ഫ്രീ ജിം മെമ്പർഷിപ്പ് കൊടുത്തിട്ടാണോ? അല്ല. ടു റേസ് അവയർനെസ് അബൌട്ട് പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ, അതായത് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുടെ ഒരു ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് മെൻഷൻഡ് ആസ് എ കോസ് ഓഫ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്? ഇതിൽ ഏതാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ലാത്തതിൻ്റെതാണ്? നോട്ട് എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആസ് എ കോസ് ഓഫ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഏതാണ് അല്ലാത്തത്? അപ്പോൾ ഒന്ന് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, ഒന്ന് ഹൈ സ്ട്രെസ് ലെവൽസ്, ഒന്ന് കൺസ്യൂമിങ് പ്രോസസ് ഫുഡ്. ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസിന് കാരണമാണ്. അല്ലാത്ത ഏതാണ് പറയുന്നത്? ഇൻഹെറിറ്റഡ് ജീൻസ്. ഇൻഹെറിറ്റഡ് ജീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യമായിട്ടുള്ള. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് മെൻഷൻഡ് ആസ് എ കോസ് ഓഫ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്? ഇവിടെ ഇൻഹെറിറ്റഡ് ജീൻസിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അക്കോർഡിംഗ് ടു ദ പാസേജ് വാട്ട് ആർ ദ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഓഫൻ കോൾഡ്? ലൈഫ് സ്റ്റൈൽ ഡിസീസിന് എന്ത് പറയുന്നു എന്നാണ് നമ്മളെ പാസേജിൽ പറഞ്ഞത്? മോഡേൺ എപ്പിഡമിക്സ്. അതാണ് അതിന് പേര് പറഞ്ഞിരിക്കുന്നത്, മോഡേൺ എപ്പിഡമിക്സ്. അടുത്ത് വാട്ട് ഈസ് സജസ്റ്റ് ആസ് എ മെഷർ ടു മാനേജ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്? ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ എങ്ങനെ മാനേജ് ചെയ്യാന്ന് പറയുന്നത്? അവോയ്ഡിങ് മെഡിക്കൽ ചെക്കപ്പ്, ഇൻക്രീസിങ് കൺസംപ്ഷൻ ഓഫ് ഫാസ്റ്റ് ഫുഡ്. ഇതൊക്കെ തെറ്റാണ്. മാനേജിങ് സ്ട്രെസ് എഫക്റ്റീവ്ലി, പിന്നെ അവോയ്ഡിങ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്. അപ്പോൾ എന്താണ് മാനേജിങ് സ്ട്രെസ് എഫക്റ്റീവ്ലി? അതായത് നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത്? വാട്ട് ഈസ് സജസ്റ്റഡ് ആസ് എ മെഷർ ടു മാനേജ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്? മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? മെഡിക്കൽ ചെക്കപ്പ് അവോയ്ഡ് ചെയ്താൽ ഡിസീസ് വരിക ചെയ്യാം. മാനേജ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പിന്നെ ഇൻക്രീസിങ് കൺസംപ്ഷൻ ഓഫ് ഫാസ്റ്റ് ഫുഡ്, അത് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കൂട്ടുക ചെയ്യുക. ഇവിടെ മാനേജ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതാണ് മാനേജിങ് സ്ട്രെസ് ഇഫക്റ്റീവ്ലി? അവോയ്ഡ് ബൈ ദ ടൈം. അടുത്തത് ബൈ ദ ടൈം ദ ഗസ്റ്റ് അറൈവ്ഡ് ദ ഡെക്കറേഷൻസ് ഓൾറെഡി ബീൻ കംപ്ലീറ്റഡ്. അതായത് ബൈ ദ ടൈം ദ ഗസ്റ്റ് അറൈവ്ഡ് ദ ഡെക്കറേഷൻസ് ഓൾറെഡി ബീൻ കംപ്ലീറ്റഡ്. ഇതിൽ രണ്ട് പാസ്റ്റ് സിറ്റുവേഷൻ പറയുന്നുണ്ട്. അതായത് ഗസ്റ്റ് അറൈവ്ഡും അതുപോലെ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയതും. ഏതാണ് ആദ്യം നടന്നത്? ഗസ്റ്റ് വന്നതാണോ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയതാണോ? നമ്മൾക്കറിയാം ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയതാണ്. അപ്പോൾ ആദ്യം നടക്കുന്ന സംഭവത്തിൻ്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കണം? ഹാഡ് ചേർക്കണം. അപ്പോൾ ഉത്തരം ഇവിടെ വരിക ഹാഡ്. അടുത്തത് സാറ ഡാഷർ ഹോംവർക്ക് ബിഫോർ ഡിന്നർ എവറി ഡേ. എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണ്. ഏത് ടെൻസാണ് ഉപയോഗിക്കുക? റെഗുലർ ആക്ടിവിറ്റീസിന് നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിമ്പിൾ പ്രസൻ്റ് ആണ്. അപ്പോൾ ഏതാ വരിക? ഫിനിഷസ്. വെൻ ഇറ്റ് റെയിൻഡ് ദ ബോയ് ടുക്ക് ഷെൽട്ടർ ഡാഷ് ദ ട്രീ എന്നാണ് പറയുന്നത്.
അതാ വെൻ ഇറ്റ് ടുക്ക് റെയിൻഡ് ബോയ് ടുക്ക് ഷെൽട്ടർ, മരത്തിൻ്റെ താഴെ. പ്രിപ്പോസിഷനാണ്. ഏതാ വരിക? അണ്ടർ. ഇൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, ഓൺ എന്ന് പറഞ്ഞാൽ മേലെ, ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ പുറകിൽ. അപ്പോൾ ഇവിടെ ഏതാ വരേണ്ടത്? അണ്ടർ. സെലക്ട് ദ വേർഡ് ക്ലോസസ്റ്റ് ഇൻ മീനിങ് ടു എനർജറ്റിക്. എനർജറ്റിക്കിൻ്റെ അതേ അർത്ഥത്തിലുള്ള ഒരു വാക്കാണ്. സെലക്ട് ദ വേർഡ് ക്ലോസസ്റ്റ് ഇൻ മീനിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ എനർജറ്റിക്കിന് അതേ വാക്ക് വരുന്നത് ഏതാണ്? ലൈവ്ലി. ക്ലോസസ്റ്റ് ഇൻ മീനിങ് ആണ്. പിന്നെ ദ റൂം വാസ് ഫിൽഡ് വിത്ത് ദ അറോമ ഓഫ് ഫ്രഷ്ലി ബേക്ക്ഡ് ബ്രെഡ്. വാട്ട് ഡസ് അറോമ? അറോമ എന്ന് പറഞ്ഞ സുഗന്ധം എന്നാണ്. അപ്പോൾ എന്താ അർത്ഥം വരിക? സ്മെൽ. ഓക്കെ. ദ ടീം വർക്ക് ടുഗദർ ടു ഫിനിഷ് ദ പ്രൊജക്ട് ഇൻ റെക്കോർഡ് ടൈം. ദ ടീം വർക്ക് ക്യാൻ ബി ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ്. ടീം വർക്കിനെ നമ്മൾ ഏത് വാക്കിലാണ് പറയുക? കൊളാബറേറ്റീവ്, കൂട്ടത്തോടെ. കോമ്പറ്റേറ്റീവ്, മത്സരമുള്ളത്. ഇൻഡിഫറൻറ്റ്, താല്പര്യക്കുറവ്, വ്യത്യസ്തമായ. അഗ്രസീവ്, ശക്തമായിട്ട്. മൈ ഗ്രാൻഡ് ഫാദർ ഡാഷ് സ്റ്റോറീസ് അബൌട്ട് ഹിസ് ചൈൽഡ്ഹുഡ് വെൻ വി വിസിറ്റ് ഹിം. ഞങ്ങൾ സന്ദർശിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യാറുണ്ട്? കഥ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ എന്താണ്? വീണ്ടും സിമ്പിൾ പ്രസൻ്റ് ആണ്. റെഗുലറായി ചെയ്യുന്ന കാര്യത്തിന് ഉപയോഗിക്കുന്ന ടെൻസ് സിമ്പിൾ പ്രസൻറ്റ്. അപ്പോൾ ടെൽസ്. അടുത്ത് ദേ പ്രോമിസ് ടു റിട്ടേൺ. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്താണ്, അതായത് ഈ ക്വസ്റ്റ്യനെ ഇനാക്റ്റീവ് ആക്കിയതാണ്. അതുകൊണ്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ മെൻഷൻ ചെയ്യുന്നില്ല. പിന്നെ ഷീ വാസ് ഡാഷ് ടു വിൻ ദ റേസ് ബിക്കോസ് ഓഫ് എ റിഗറസ് ട്രെയിനിങ്. ശക്തമായ ട്രെയിനിങ് കാരണം ഷി വാസ് ഡാഷ് ടു വിൻ, ജയിക്കാൻ സാധ്യത. സാധ്യത എന്ന് പറയുന്നത് ഇവിടെ ഏതാ വരെ? ലൈക്ലി. റയർ എന്ന് പറഞ്ഞാൽ ദുർലഭം, ടയേർഡ് എന്ന് പറഞ്ഞാൽ ക്ഷീണം, റിസ്കി എന്ന് പറഞ്ഞാൽ അപകടം നിറഞ്ഞത്. അപ്പോൾ ജയിക്കാൻ സാധ്യത എന്ന് പറയുമ്പോൾ ലൈക്ലി. ദ ആർട്ടിസ്റ്റ് ഈസ് നോൺ ഫോർ ഡാഷ് ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്സ് വിത്ത് ഇൻ ഓയിൽ പെയിൻറ്റ്സ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോൺ, അറിയപ്പെടുക എന്നുള്ളൊരു വർബുണ്ട്. പിന്നെ നമ്മൾ നോക്കുക ഓപ്ഷനിലും ഒരു വർബുണ്ടോന്ന്. ഓപ്ഷനിലും വർബ് കൊടുത്തിരിക്കുന്നത് ക്രിയേറ്റ് ആണ്. അപ്പം രണ്ട് വർബ് വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ വർബിൻ്റെ ഏത് ഫോമാണ്? ING ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി ദ ടീച്ചർ സെഡ് വർക്ക് ഹാർഡ് ആൻഡ് യു വിൽ സക്സീഡ്. റിറൈറ്റ് ദിസ് സെൻറ്റൻസ്. ദ ടീച്ചർ സെഡ് ദാറ്റ് യു വിൽ വർക്ക് ഹാർഡ് ടു സക്സീഡ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ പ്രസൻറ്റുകളെ പാസ്റ്റിലേക്ക് ആക്കണം. അപ്പോൾ വില്ല് വുഡ് ആവണം. ആദ്യം അതാക്കിയിട്ടില്ല. രണ്ടാമത്തേൽ ടീച്ചർ സെഡ് വി വിൽ സക്സീഡ് ഇഫ് വി വർക്ക് ഹാർഡ്. വീണ്ടും അവിടെ വില്ല് തന്നെ വന്നാണ്. ദ ടീച്ചർ സെഡ് ദേ വുഡ് സക്സീഡ്. വി എന്നുള്ളത് എന്തായി മാറി? ദേ വുഡ് സക്സീഡ് ഇഫ് ദേ വർക്ക്ഡ് ഹാർഡ്. അപ്പോൾ വർക്ക് എന്നുള്ളതിനെ വർക്ക്ഡ് നോക്കി, വിൽ എന്നുള്ളതിനെ വുഡ് നോക്കി. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി. ഓപ്ഷൻ ഡിയിൽ ദ ടീച്ചർ സെഡ് ദേ വർക്ക്ഡ് ഹാർഡ് ആൻഡ് സക്സീഡ്. അപ്പോൾ അവിടെ വില്ലിനെ വുഡാക്കിയത് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് ശരിയല്ല. ഓപ്ഷൻ സി. ഓക്കെ. ദ ന്യൂ പോളിസി വാസ് ഇംപ്ലിമെന്റഡ് ടു എൻഷുവർ ഫെയർനെസ്. ദ വേർഡ് ഇംപ്ലിമെന്റഡ്. ഇംപ്ലിമെന്റഡിന്റെ അർത്ഥം എന്താണ്? പുട്ട് ഇൻ ടു ആക്ഷൻ, പ്രാബല്യത്തിൽ വരുത്തുക. പുട്ട് ഇൻ ടു ആക്ഷൻ. ഡിലേഡ് എന്ന് പറഞ്ഞാൽ വൈകിക്കുക എന്നാണ്. ഇഗ്നോർഡ് എന്ന് പറഞ്ഞാൽ അവഗണിക്കുക എന്നാണ്. ഡിസ്കസ്ഡ് എന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്യുക എന്നാണ്. അടുത്ത് ഡ്യൂറിംഗ് ദ ഡിബേറ്റ് ഹി പ്രസന്റഡ് എ വെരി കൺവിൻസിങ് ആർഗ്യുമെന്റ്. ദ വേർഡ് കൺവിൻസിങ് സജസ്റ്റ് ദ ആർഗ്യുമെന്റ് വാസ്. കൺവിൻസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വസിപ്പിക്കാവുന്നത്. അപ്പോൾ ഏതാ വരിക? ബിലീവേബിൾ. റിപ്പീറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ആവർത്തനം എന്നാണ്. അൺട്രൂ എന്ന് പറഞ്ഞാൽ തെറ്റ് അല്ലെങ്കിൽ സത്യമല്ലാത്തതാണ്. വേഗ് എന്ന് പറഞ്ഞാൽ അവ്യക്തമായത് എന്നാണ്. ഐ എൻജോയ് പെയിന്റിങ് ഇൻ മൈ ഫ്രീ ടൈം. ദ ഫ്രേസ് ഇൻ മൈ ഫ്രീ ടൈം. ഫ്രീ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം. ഫ്രീ ടൈം എന്ന് പറഞ്ഞാൽ ലെഷർ ടൈമാണ്. അപ്പോൾ ഡ്യൂറിങ് ലെഷർ ടൈം. ഹാർഡ്ലി ഹാഡ് ദ സെമിനാർ സ്റ്റാർട്ടഡ് ദ ഫയർ അലാം വെന്റ് ഓഫ്. നമ്മൾക്ക് കൺജങ്ഷനിൽ പഠിക്കുന്നതാണ്. ഹാർഡ്ലി വന്നാൽ വെൻ. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഹാർഡ്ലി വെൻ ആണ്. സ്കേഴ്സ്ലി വെൻ ആണ്. നോ സൂണർ ദാൻ ആണ്. ഹാർഡ്ലി വെൻ, സ്കേഴ്സ്ലി വെൻ, നോ സൂണർ ദാൻ. അപ്പോൾ ഇവിടെ ഹാർഡ്ലി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വെൻ എന്നാണ്. മൈ ഫ്രണ്ട്സ് വർ ഡിസ്കസിങ് ക്ലൈമറ്റ് ചേഞ്ച് പാഷനേറ്റ്ലി. എ വേർഡ് ദാറ്റ് ഡിസ്ക്രൈബ് ഹൗ ദേ ഡിസ്കസ്ഡ്. പാഷനേറ്റ്ലി തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആൻസർ പാഷനേറ്റ്ലി. അത് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ആക്റ്റീവ്ലി എന്ന് കൊടുക്കാം. ഡെസ്പൈറ്റ് ദ ഹെവി റെയിൻ ദ മാച്ച് കണ്ടിന്യൂഡ് വിത്തൗട്ട് ഇൻട്രപ്ഷൻ. ദ വേർഡ് ഡെസ്പൈറ്റ് ഈസ് ക്ലോസസ്റ്റ് ഇൻ മീനിങ് ടു. ഡെസ്പൈറ്റ് അങ്ങനെ ആയിരുന്നിട്ടും എന്നുള്ള അർത്ഥമാണ്. ബിക്കോസ് ഓഫ് എന്ന് പറഞ്ഞാൽ കാരണത്താൽ എന്നാണ്. ഈവൻ ദോ എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾക്ക് അങ്ങനെ ആയിരുന്നിട്ടും എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് കറക്റ്റ്. ഇൻസ്റ്റെഡ് എന്ന് പറഞ്ഞാൽ പകരമാണ്. ഇൻ അഡീഷൻ ടു എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ എന്നാണ്.
You must practice regularly. A person who practices regularly usually succeeds എന്നാണ്. കാരണം എന്താണ്? ഇവിടെ സിമ്പിൾ പ്രസന്റ് യൂഷ്വലി എന്ന് എന്തിനെ സൂചിപ്പിക്കുന്നത് ഡെയിലി ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ സക്സീഡ്സ്. ഇനി സക്സീഡ്സ് വരാൻ കാരണം യു മസ്റ്റ് എ പേഴ്സൺ ഹു റെഗുലർലി പ്രാക്ടീസസ്. ഒരു വ്യക്തിയുടെ കാര്യം പറഞ്ഞത് സിംഗുലർ ആവുമ്പോൾ സക്സീഡ്സ്. ദ കേക്ക് വാസ് ഡെലീഷ്യസ് ബിക്കോസ് ഇറ്റ് ഡാഷ് വിത്ത് ഫ്രഷ് ക്രീം ആൻഡ് ബെറീസ്. അപ്പോൾ ദ കേക്ക് വാസ് ഡെലീഷ്യസ് ബിക്കോസ് വാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രസന്റിൽ എടുക്കാൻ പാടില്ല, പാസ്റ്റ്. വാസ് മെയ്ഡ്. ദ കേക്ക് വാസ് ഡെലീഷ്യസ് ബിക്കോസ് ഇറ്റ് വാസ് മെയ്ഡ്. ഇറ്റ് മെയ്ഡ് എന്നില്ല, ഓക്സിലറി ചേർക്കേണ്ടത് നിർബന്ധമാണ്. ഇഫ് ഐ ഡാഷ് മോർ ടൈം ഐ വുഡ് ജോയിൻ ദ യോഗ ക്ലാസ്. ഐ വുഡ് ജോയിൻ. വുഡ് ജോയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, അതായത് മെയിൻ ക്ലോസിൽ സെക്കൻഡ് സിറ്റുവേഷൻ ആണ് ഉപയോഗിക്കുന്നത്. വുഡ് ഓർ ഷുഡ് ഓർ കുഡ് പ്ലസ് V1. അപ്പം നമ്മൾ ടെൻസ് എന്തായിരിക്കണം? സിമ്പിൾ പാസ്റ്റ്. ഇവിടെ സിമ്പിൾ പാസ്റ്റ് ഏതാണ്? ഹാഡ്. അപ്പം ഇഫ് ഐ ഹാഡ് മോർ ടൈം. സിമ്പിൾ പാസ്റ്റ് വരുമ്പോൾ നമ്മൾ വുഡ് ഓർ ഷുഡ് പ്ലസ് V1 ആണ്. അടുത്ത ദ ജിം ഇൻസ്ട്രക്ടർ സജസ്റ്റഡ് ഡാഷ് മോർ വാട്ടർ ഡ്യൂറിങ് വർക്കൗട്ട്. സജസ്റ്റഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സജസ്റ്റഡ് എന്നുള്ളൊരു വർബ് വന്നു. ഇവിടെ വേറെ വർബും നോക്കണം. ഇവിടെ വേറെ വർബ് ഏതാ ഉള്ളത്? അതായത് ആദ്യ ഒരു വർബ് സജസ്റ്റഡ് തന്നു, രണ്ടാമത്തെ ഓപ്ഷനിൽ വർബാണോ നോക്കുക. അപ്പൊ 4 വർബാ തന്നിരിക്കുന്നത്. രണ്ടാമത്തെ വർബിന്റെ ഏത് ഫോം എടുക്കുക? ING ഫോം. അപ്പൊ ഏതാ വരിക? ഡ്രിങ്കിങ്. ഷീ അറൈവ്ഡ് ലേറ്റ് ബിക്കോസ് ഷീ ഡാഷ് ദ ട്രെയിൻ. ഷീ അറൈവ്ഡ് ലേറ്റ് ബിക്കോസ് ഷീ ഡാഷ് ദ ട്രെയിൻ. എന്താ അതിൻ്റെ അർത്ഥം? ഷീ അറൈവ്ഡ് ലേറ്റ് എന്നാണ്, വൈകിട്ടാണ് എത്തിയത്. ബിക്കോസ് ഷീ ഡാഷ് ദ ട്രെയിൻ. അപ്പൊ ട്രെയിൻ മിസ്സായതുകൊണ്ട് ആദ്യം നടന്നത് ഹാഡ് മിസ്ഡ്. അടുത്ത് ഹി ഹാസ് ബീൻ വർക്കിംഗ് അറ്റ് ദ ഹോസ്പിറ്റൽ ഡാഷ് 10 years. 10 years എന്ന് പറയുമ്പോൾ ഏതാ വരിക? ഫോർ. പീരിയഡ് ഓഫ് ടൈമിന് ഫോറും പോയിന്റ് ഓഫ് ടൈമിന് സിൻസും ആണ് ഉപയോഗിക്കുക. അടുത്തത് ഐ പ്രിഫർ ഫ്രഷ് ഫ്രൂട്ട്സ് ഡാഷ് പ്രോസസ്ഡ് സ്നാക്ക്. അതായത് പ്രിഫർ എന്നുള്ള വാക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രിഫർ എന്നുള്ള വാക്ക് വന്നാൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ടു എന്നാണ്, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടു പ്രോസസ്ഡ് സ്നാക്സ്. വി നീഡ് ടു ഫിനിഷ് ദിസ് വർക്ക് ബൈ ടുമോറോ. ബിഗിൻ ദിസ് വർക്ക്. ദിസ് വർക്ക് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ദിസ് വർക്ക് ഈസ് നീഡിങ്. ഇൻഫിനിറ്റീവ് ആയിട്ടുള്ള ടു വന്നിട്ടുണ്ട്. അതിന്റെ മുമ്പ് ING ചേർക്കാൻ പാടില്ല. നീഡിങ് ടു. ദിസ് വർക്ക് നീഡ്സ് ടു ബി ഫിനിഷ്ഡ്. ഇതാണ് കറക്റ്റ്. ദിസ് വർക്ക് നീഡ്സ് ടു ബി ഫിനിഷ്ഡ്. ദിസ് വർക്ക് വാസ് ഫിനിഷ്ഡ് ബൈ ടുമോറോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയി. കഴിയാത്ത കാര്യമാണ് പറയുന്നത്, ഫ്യൂച്ചറിലത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി, ദിസ് വർക്ക് വിൽ ഫിനിഷ് ബൈ ടുമോറോ. ഇതൊക്കെ നാളെ ഫിനിഷ് ആവും. ദിസ് വർക്ക് വിൽ ഫിനിഷ് ബൈ ടുമോറോ എന്നാണ്. അവിടെ അതല്ല പറഞ്ഞിരിക്കുന്നത്, വി നീഡ് ടു ഫിനിഷ് ദിസ് വർക്ക് ബൈ ടുമോറോ എന്നാണ്. നാളെ ആവുമ്പോഴേക്കും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഓപ്ഷൻ ബി. ഷീ ഓൾവേസ് ഡാഷ് എ ഗ്ലാസ് ഓഫ് മിൽക്ക് ബിഫോർ ഗോയിങ് ടു ബെഡ്. ഷീ ഓൾവേസ് ഡ്രിങ്ക്സ്. ഓപ്ഷൻ സി. കാരണം സിമ്പിൾ പ്രസന്റ് ആണ്, ഷീ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡ്രിങ്ക്സ്. വൈൽ വാക്കിംഗ് ടു സ്കൂൾ മായ സോ എ ബേർഡ് സിറ്റിംഗ് ഓൺ എ ട്രീ, വിത്ത് എ ട്രീ, അറ്റ് എ ട്രീ, ബൈ എ ട്രീ. അപ്പോൾ മുകളിൽ എന്നുള്ള അർത്ഥത്തിൽ ഓൺ എ ട്രീ. ഇനി ഐ ഡാഷ് ടു ദ മാർക്കറ്റ് യെസ്റ്റർഡേ. യെസ്റ്റർഡേ ശ്രദ്ധിക്കണം, ഭൂതകാല സമയത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ സിമ്പിൾ പാസ്റ്റേ ഉപയോഗിക്കാൻ പാടൂ. അപ്പോ വെന്റ്. ദ ചിൽഡ്രൻ ഡാഷ് പ്ലേയിങ് ഇൻ ദ ഗാർഡൻ വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ. കളിക്കുകയായിരുന്നു. ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആണ്. അപ്പൊ ഏതാ വരേണ്ടത്? വേർ. രവീസ് ഫ്രണ്ട്സ് വിൽ മീറ്റ് ഹിം അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ ഡാഷ് 5 PM. വ്യക്തമായ സമയത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അറ്റ്. വ്യക്തമായ സമയത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അറ്റ്. അപ്പോൾ രവീസ് ഫ്രണ്ട് വിൽ മീറ്റ് ഹിം അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ അറ്റ് 5 PM. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ലെറ്റ്സ് വെച്ച് സെന്റൻസ് തുടങ്ങുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഷാൽ വി. ക്വസ്റ്റ്യൻ ടാഗിന്റെ റൂളാണ്. ലെറ്റ് വെച്ച്, ലെറ്റ് മാത്രമല്ല, ലെറ്റ് വെച്ചാൽ അപ്പോൾ നമ്മൾ മാറ്റണം. ലെറ്റ് മാത്രമാണെങ്കിൽ വിൽ യു ആണ് വരിക. ലെറ്റ്സ് വന്നാൽ ഷാൽ വി. ദ ടീച്ചർ ആസ്ക്ഡ് us ടു ബി സൈലന്റ്. ടു ബി സൈലന്റ്. ടു ബി നോയ്സി എന്ന് പറയില്ലല്ലോ, ശബ്ദം ഉണ്ടാക്കാതിരിക്കാനാണ് പറയുക. ടു ബി ലൗഡ് എന്ന് പറയില്ല, ടോക്കറ്റീവ്. ടു ബി സൈലന്റ്. ഇഫ് ദേ ഡാഷ് ഏർലി ദേ ക്യാൻ ക്യാച്ച് ദ ബസ്. ഇവിടെ നോക്കണം, ദേ ക്യാൻ ക്യാച്ച് ദ ബസ്. വിൽ ഓർ ഷാൽ പ്ലസ് V1 ആണ്. അപ്പൊ ഏത് ടെൻസാ വരേണ്ടത്? സിമ്പിൾ പ്രസന്റ്. സിംഗുലർ അല്ല, പ്ലൂറൽ ആണ്. പ്ലൂറൽ ആവുമ്പോൾ നമ്മൾ ഏതാ യൂസ് ചെയ്യുക? ലീവ്. സിംഗുലർ ആണെങ്കിൽ ലീവ്സ്. അപ്പോ മെയിൻ ക്ലോസിൽ വിൽ ഓർ ഷാൽ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1 ആണെങ്കിൽ ടെൻസ് ഉപയോഗിക്കേണ്ടത് സിമ്പിൾ പ്രസന്റ്.
അടുത്തത് ദ ബുക്സ് ഓൺ ദ ടേബിൾ ഡാഷ് ടു ദ ലൈബ്രറി. ദ ബുക്സ് ഓൺ ദ ടേബിൾ, ബുക്സ് പ്ലൂറലാണ്, അപ്പോൾ വർബും പ്ലൂറൽ ആയിരിക്കണം. അപ്പോൾ ബിലോങ്, വർബ് പ്ലൂറൽ, സബ്ജക്റ്റ് പ്ലൂറൽ, വർബ് പ്ലൂറൽ, സബ്ജക്ട് സിംഗുലർ, വർബ് സിംഗുലർ, അതാണ് റൂള്. ഹി ഡാഷ് സ്വിമ്മിങ് എവറി വീക്കെൻഡ് വെൻ ഹി വാസ് യങ്ങർ. അതായത് ഭൂതകാലത്തിലെ ഒരു റെഗുലർ ആക്ടിവിറ്റി, ഭൂതകാലത്തിൽ റെഗുലറായി ചെയ്തിരുന്ന ഒരു കാര്യം പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് യൂസ്ഡ് ടു. അപ്പോൾ ഹി യൂസ് ടു ഗോ സ്വിമ്മിങ് എവറി വീക്കെൻഡ് വെൻ ഹി വാസ് യങ്ങർ. നമ്മൾ ഇന്ന് ചെയ്ത് കാറ്റഗറി 4-ലെ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മറ്റ് ഗ്രമാറ്റിക്കൽ ക്വസ്റ്റ്യനാണ് കൈകാര്യം ചെയ്ത്. അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.